സുന്ദരിയായിരിക്കും. പക്ഷെ ആ പെണ്ണ് 45 വയസ്സുകാരി കോടതിയിൽ വന്നപ്പോ അവളുടെ ഫോട്ടോ മലയാള മനോരമയുടെ ഒരു പത്രത്തിൽ ഞാൻ കണ്ടു. ആദ്യം എനിക്കൊരു ഫോട്ടോയാന്ന് മനസ്സിലായില്ല, പെണ്ണാന്ന് മനസ്സിലായില്ല. ഞാൻ അവിടെ നോക്കി റോഡ് ക്ലോസ് എന്നെങ്ങാനും ഒരു പരസ്യം ഉണ്ടോ. കാരണം എനിക്ക് തോന്നിയത് അതൊരു ടാറിന്റെ വീപ്പ കമന്തി വെച്ചതെന്നാണ്. പിന്നെ ഞാൻ നോക്കി റോഡ് ക്ലോസ് എന്നോ അല്ലെങ്കിൽ തേക്കിടി വേഷമെങ്ങാനൊന്നും കാണും എന്ന്. അല്ല, അത് പെണ്ണിന്റെ ഫോട്ടോയാണ്. അപ്പോ പ്രണയിക്കണമെങ്കിൽ അതിന് സൗന്ദര്യം ഒരു മാനദണ്ഡമല്ല. പക്ഷെ സ്വാഭാവികമായും അങ്ങനെ ഒരു മാനദണ്ഡമുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവ് ഒരു അടിപൊളി പെണ്ണാണ്. ഈ ദുനിയാവ് ഒരു അടിപൊളി സുന്ദരി. അടിപൊളി സുന്ദരി എന്ന് പറഞ്ഞാൽ ആരാ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജിന്റെ യാത്ര പോകുമ്പോ ഏഴാകാശങ്ങളും താണ്ടിക്കടന്ന് ഏഴാകാശങ്ങളും നീന്തിക്കടന്ന് ഹബീബായ നബി തങ്ങൾ സ്വർഗത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ ആ സ്വർഗത്തിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഒരു സുന്ദരി പെണ്ണ് മാറി വിളിച്ചുടത്രേ. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ആ നിൽക്കുന്ന പെണ്ണാരാ? നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ, ആ സുന്ദരിയായ നമ്മളെ പോലെ അണിഞ്ഞറിയിരിക്കുന്ന സുന്ദരിയാരെന്നറിയോ? ജിബ്രീലിനോട് ചോദിച്ചു, ആ സുന്ദരിയാരാ? ജിബ്രീൽ പറയാൻ ആരെന്നറിയോ നബിയേ? ആ സ്വർഗത്തിന്റെ മുമ്പിൽ മാടി വിളിച്ചതാരാ? സരിതയല്ല. അതാരെന്നറിയോ? ഹാദിഹി ദുനിയാ. ഇത് ദുനിയാവാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഏത് ചെറുപ്പക്കാരനെ മോഹിക്കാൻ കഴിയുന്ന, ഏത് ചെറുപ്പക്കാരുടെ ഹൃദയത്തെ ഇളക്കാൻ കഴിയുന്ന, എത്ര വലിയ ഹജ്ജ് ചെയ്തവന്റെ മനസ്സിനെയും ഇളക്കാൻ കഴിയുന്ന, ഏത് വലിയ കുത്തുബുൽ കിതാബിന്റെയും ഏത് വലിയ ഹാഫിദിന്റെയും ഏത് വലിയ പ്രവാസകന്റെയും മനസ്സിനെ ഇളക്കാൻ കഴിയുന്ന മാതകത്തിടമ്പായ മനോഹാരിയെ പോലെയാണ് ഈ ദുനിയാവ് നിങ്ങളുടെ മുമ്പിൽ അണിഞ്ഞു നിൽക്കുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഘോഷണം മുടങ്ങി സഹാബ, ഈ സുന്ദരി പെണ്ണായ ദുനിയാവിന്, ഈ നിലവിനെ നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഈ നിലവിനെ പ്രണയിച്ചാൽ അവന്റെ ആഖിറം ഏറ്റവും വലിയ ദുഷ്കരമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആരാണോ ഈ പെണ്ണിനെ മോഹിക്കുന്നത്, ആരാണോ ദുനിയാവിനെ പ്രണയിക്കുന്നത്, അവൻ ആഖിറത്തിൽ കഷ്ടപ്പെടേണ്ടി വരും. അവന്റെ ഹിസാബ് ശരിയാവില്ല, അവന്റെ മീസാൻ എളുപ്പമാവുകയില്ല, അവന്റെ സിറാത്തിന്റെ ഭാരം അവൻ കടക്കുകയില്ല, അവന്റെ നന്മകളുടെ ത്രാസുകളിൽ, അവന്റെ നന്മയുടെ ത്രാസുകളിൽ ഭാരം കിട്ടുകയില്ല. ആരാണോ ദുനിയാവിനെ പ്രണയിക്കുന്നത്, ആരാണോ ഈ കാമുകയെ പ്രണയിക്കുന്നത്, അവന്റെ ആഖിറത്തിൽ അവൻ കഷ്ടപ്പെടേണ്ടി വരും. മറിച്ച് ആരാണോ ആഖിറത്തെ പ്രണയിക്കുന്നത്, ആരാണോ ആഖിറത്തെ പ്രണയിക്കുന്നത്, അവന്റെ ദുനിയാവിന്റെ കഷ്ടപ്പാട് നടന്നതായിരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് പ്രണയികളെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആര് ദുനിയാവിനെ പ്രണയിച്ചോ അവന്റെ ആഖിറം കെട്ടപ്പാടിലാണ്. ആര് ആഖിറത്തെ പ്രണയിച്ചോ, ആര് ആഖിറത്തെ പ്രണയിച്ചോ അവന്റെ ദുനിയാവ് കെട്ടപ്പാടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ പ്രഭാഷണം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ ചുവട്ടിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നിങ്ങളെ തെരഞ്ഞെടുത്തുകൊള്ളുക, നിങ്ങളെ തെരഞ്ഞെടുത്തുകൊള്ളുക. നാളെ
രാവിലെ ഉറക്കമെഴുന്നേൽക്കുമ്പോ നിങ്ങളുടെ മുമ്പിൽ നശിച്ചു കിടക്കുന്ന സാധനത്തെ വിട്ടിട്ട് ഒരിക്കലും നശിക്കാത്ത സുഗരസങ്ങളുടെ കലവറയെ നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളുക. ആഖിറത്തെ നിങ്ങൾ പ്രണയിച്ചു കൊള്ളുക. നിഴലിനെ നിങ്ങൾ പ്രണയിക്കരുതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ദുനിയാവിനെ സ്നേഹിച്ചാൽ ആഖിറം കട്ടപ്പാടാണ്. ആഖിറത്തെ സ്നേഹിച്ചാൽ ദുനിയാവ് കട്ടപ്പാടാ. ആഖിറത്തെ സ്നേഹിച്ചാൽ ദുനിയാവ് കട്ടപ്പാടാ. നമ്മളല്ലേ ദുനിയാവിനെ സ്നേഹിച്ചവർ, ആഖിറത്തിലെ നമുക്ക് കട്ടപ്പാടുന്നത്. അള്ളാന്റെ ആഖിറത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് അവർക്ക് ദുനിയാവ് കട്ടപ്പാടായത്. ആർക്കെന്നറിയോ? അമേരിക്കയുടെ പീരങ്കിയുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു കൊടുത്ത ഫലസ്തീനിലെ പ്രിയപ്പെട്ട പോരാളികൾക്ക് ഈ ദുനിയാവ് കട്ടപ്പാടില്ലേടായത്. തലചായ്ക്കാരൊരു കടപ്പാടുമില്ലാതായത്. അവരുടെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയത്. ഫലസ്തീനിന്റെ തിരുവോരങ്ങള് പ്രിയപ്പെട്ട മാതാപിതാക്കളെ മയ്യത്ത് പിടിച്ചിട്ട് എനിക്കിനി ആരാണ് ഉപ്പയെ തരുന്നതെന്ന് തോന്നിക്കുന്ന ഈ ഫലസ്തീനിലെ യതീമക്കൾക്ക് അവർക്ക് ദുനിയാവിലെ കട്ടപ്പാടുള്ളൂ. അവർക്ക് വാപ്പയില്ല, അവർക്ക് ഉമ്മയില്ല, അവർക്ക് ജീവിതത്തിലെ സഹോദരങ്ങളില്ല. പക്ഷേ അവർക്ക് ആഖിറത്തിൽ ചൊല്ലുമ്പോ അവർ ആഖിറത്തെ പ്രണയിച്ചവരാ. എത്രയോ പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ നിന്നിട്ട് ചൂടപ്പട്ടാളക്കാരുടെ AK-47 തോക്കിന്റെ മുമ്പിൽ യാതൊരുവിധ പേടിയില്ലാതെ ഫുട്ബോൾ തട്ടുന്ന ഫലസ്തീനിലെ 12 വയസ്സുകാരൻ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഞാനാ ചോദിച്ചത്, മോനെ നിന്റെ വാപ്പ എവിടെ? അവൻ ആകാശത്തേക്ക് കൈകൾ എത്തിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ലാ. എന്റെ വാപ്പ ഇസ്രായേൽ കൊന്നല്ല, എന്റെ വാപ്പ അമേരിക്ക കൊന്നല്ല, എന്റെ വാപ്പ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് പോയി. മോനെ നിന്റെ ആഗ്രഹം എന്താ? എന്റെ വാപ്പയുടെ കൂടെ എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. കാരണം ദുനിയാവിനവർക്ക് കട്ടപ്പാടുള്ളൂ. അവരാഗ്രഹിച്ചത് സ്വർഗത്തെയാണ്. എന്തിനാ നമ്മൾ കരയുന്നത്? എന്തിനാ? സ്വന്തം പിതാവിന്റെ പുറകിൽ സ്കൂട്ടറിൽ കയറിയിട്ട് പുറകിൽ നിന്ന് കൊണ്ടുപോകുന്ന 12 വയസ്സുകാരിയെ സ്കൂട്ടറിൽ നിന്ന് പിടിച്ചിറക്കി 14 പേര് കൂട്ടമായി മാനവങ്ങൾ തേട് മുസഫർ നഗറിലെ പാവപ്പെട്ട 12 വയസ്സുകാരിയെ വലിച്ചെറിയുമ്പോ അവർക്ക് ദുനിയാവിലെ കട്ടപ്പാടുള്ളൂ. അവർക്ക് നാളെ ആഖിറത്തിലെ കട്ടപ്പാടില്ല. കാരണം അവരാരും നിഴലിനെ പ്രണയിച്ചവരല്ല. ഇന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അമേരിക്കയിലെ ഏകാധിപത്യ സിംഹാസനത്തിന് മുമ്പ് ഈജിപ്തിലെ പാവപ്പെട്ട നിരപരാധികളെ കൊന്നു തടയുന്ന അബ്ദുറഹ്മാൻ സിസി എന്ന ഏകാധിപതിയുടെ തോക്കിന്റെ കുടല് 7 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ നേരെ വിമാനവേദ പീരങ്കികൾ കൊണ്ട് വെടിവെക്കുമ്പോ കൊല ചെയ്യപ്പെട്ട പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഈ ഈജിപ്തിലെ റാബിയ സ്ക്വയറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ റാബിയ സ്ക്വയർ മുസ്ലിം മുബാറക്കിന്റെ കിരാതവർണ്ണത്തിന്റെ പ്രേതാത്മാക്കൾ കൊല ചെയ്ത കൊച്ചു മക്കളുടെ ചിത്രത്തിന്റെ നാളെ എഴുതി വെച്ചിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈജിപ്തിൽ പോയാൽ വെടിയുണ്ടേറ്റ് പിടന്ന് വീണ പാവപ്പെട്ട നിരപരാധികളായ കൊച്ചുമക്കളെ ചിത്രത്തിന്റെ നാളെ ഖുർആനായി എഴുതി വെച്ചിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ വരുമ്പോ ഇവിടെയല്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ കഴിയൂ. നാളെ ആഖിറത്തിൽ വരുമ്പോ അല്ലാഹു ചോദിക്കും ഈ മക്കളോട്, മക്കളെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ പിഞ്ചുബാലങ്ങളെ കൊന്നരിഞ്ഞിട്ടുണ്ട്? റബ്ബ് ചോദിക്കുമെന്ന് ആയത്തിപ്പോഴും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ഫോട്ടോയുടെ താഴെ വെച്ചിട്ടുണ്ട്. കാരണം എന്താ? ആഖിറത്തെ സ്നേഹിക്കുന്നവന് ദുനിയാവിലെ കട്ടപ്പാടാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അവരെ ഓർത്ത് കരയും, അവരാഖിറത്തിൽ നിന്ന് ചിരിക്കും. കാരണം എന്താ? ആഖിറത്തെ സ്നേഹിക്കുന്നവന് ദുനിയാവ് കഷ്ടപ്പാടാണ്. നിഴലിനെ പ്രണയിക്കുന്നവന് ആഖിറത്ത് കഷ്ടപ്പാടാണ്. ഇത് പേര് വേണം, പേര വേണ്ടേ? ആഖിറത്തെ സ്നേഹിച്ചിട്ട് ദുനിയാവിൽ കഷ്ടപ്പാട് സഹിക്കണോ? നിഴലിനെ പ്രണയിച്ചിട്ട് ആഖിറത്തിൽ കഷ്ടപ്പാട് സഹിക്കണം? ഏതാണ്ട് പറഞ്ഞു കുഴഞ്ഞു. ഇതിപ്പോ കുഴഞ്ഞു. കാരണം എന്താ? ഇത് പേര് പറഞ്ഞാലും കുഴയും. നിങ്ങളുടെ തീരുമാനം എന്താ? നിഴലിനെ പ്രണയിച്ചിട്ട് ആഖിറം കഷ്ടപ്പാടിലാവണോ? അതല്ല ആഖിറത്തെ സ്നേഹിച്ചിട്ട് ഇവിടെ 2 കമ്പാരിസൺ ഉണ്ട്. ഒന്ന്,
ആഖിറത്തെ പ്രണയിച്ചവർ. ഇത് നീങ്ങിപ്പോകുന്ന നിലനെ നീങ്ങാത്ത നിലയിൽ അതിനെ പറയും ഖുർആൻ. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ ഉറക്കെ അള്ളാഹു നമ്മളങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു ആക്കി തരട്ടെ. 2 മണിക്കൂർ നിങ്ങൾ ഞാനും മെനക്കെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ട് കാര്യമില്ല. കുറെ കഥകളും ഒക്കെ പറഞ്ഞു കൊണ്ട് കാര്യമില്ല. ആ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് എല്ലാം മേടിച്ച് വെച്ചിട്ട് ഒന്നിച്ചുള്ളൂ നന്നായി. ഇടയിൽ പേപ്പർ വന്നാൽ ഞാൻ വായിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മറന്നു. അപ്പൊ എല്ലാവരും പ്രണയത്തെ കുറിച്ച് പറയുമ്പോ പ്രണയം നടന്നു. എന്താ പറഞ്ഞു? രണ്ട് ചോയ്സാണ് നമ്മുടെ മുമ്പിൽ. ഒന്ന്, ദുനിയാവിൽ കഷ്ടപ്പെടുക, ആഖിറത്തെ സ്നേഹിക്കുക. അല്ലെങ്കിൽ ആഖിറത്തിൽ ദുനിയാവിനെ സ്നേഹിക്കുക, നിഴലിനെ പ്രണയിക്കുക, ആഖിറത്തിൽ കഷ്ടപ്പെടുക. യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോയ്സ്. അള്ളാഹു ഏറ്റവും മെച്ചമായത് തിരഞ്ഞെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. അള്ളാഹു ഏറ്റവും മെച്ചമായത് തിരഞ്ഞെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ആഖിറത്തിനെ സ്നേഹിച്ച ആളുകൾ അവരാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് രണാങ്കണത്തിലെ സഹാബത്ത് മുഴുവൻ ചിതറിത്തെറിക്കുമ്പോ 4 ഭാഗത്തേക്കും അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടിട്ട് സഹാബത്തുകൾ മുഴുവൻ ചിതറിത്തെറിച്ചു പോകുമ്പോ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വദല്ല അർദു വസ്സമാവാതു വഇദതൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് ഓടി വരിക. ആകാശഭൂമികളേക്കാൾ വിശാലമായ ദുനിയാവിലേക്ക് നിങ്ങൾ ഓടി വരിക എന്നല്ലാഹുവിന്റെ റസൂലിന്റെ ആയത്ത് ഓതുമ്പോ ആ സമയത്താണ് ഉമയ്യ ഇബ്നു ഹമാമ റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുന്നത്. ആ ഈത്തപ്പഴത്തിന്റെ പകുതി തന്നെ അണ്ണാക്കിലേക്ക് ഇറങ്ങി പോകുമ്പോ ആ സമയത്താണ് നബിയോട് ചോദിച്ചത്, നബിയേ അജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർളു യാ റസൂലല്ലാഹ്, ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗ്ഗമോ നബിയേ? അതേ ഉമൈറേ, നീ കാണാത്ത സ്വർഗ്ഗത്തിന് ആകാശഭൂമികളേക്കാൾ വിശാലതയുണ്ട് ഉമൈറേ. എവിടെയാണ് കുതിര കുളമ്പടിയുടെ ധ്വജത്തിന്റെ ഏറ്റവും വലിയ കുളമ്പടി ശബ്ദം കേൾക്കുന്ന പണപ്പറമ്പിലാണ് ചോദ്യം വരുന്നത്. പള്ളിയുടെ മെഹ്റാബിലല്ല, ഇത്തിക്കാഫിൽ ഇരിക്കുമ്പോഴല്ല, ദിക്റിന്റെ മജ്‌ലിസിലല്ല, വാൽതരപ്പുകൾ അന്തരീക്ഷത്തിൽ ആഞ്ഞു വെക്കുന്ന പണപ്പറമ്പിലാണ് ചോദ്യം വരുന്നത്. സേനാനായകൻ പറയുന്നു, സ്വർഗ്ഗത്തിന് ആകാശഭൂമികളുടെ വിശാലതയുണ്ട്. ഉണ്ടോ നബിയേ? ഉണ്ട് ഉമൈറേ. അത് മതി നബിയേ എന്ന് പറഞ്ഞിട്ട് തന്റെ വായിൽ കിടക്കുന്ന പകുതി നിന്ന കാരക്ക കയ്യിലെടുത്തിട്ട് ആ കാരക്ക വലിച്ചു വെളിയിലേക്ക് എറിഞ്ഞിട്ട് അരപ്പട്ടയിൽ കിടക്കുന്ന മൂർച്ചയുള്ള വാളെടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമൈറേ എന്തിനാണ് ഈ പകുതി തപസ്സനെ എടുത്ത് കളഞ്ഞത്? അതും കൂടി ചുണ്ടിട്ട് പോലെ ഉമൈറേ. വേണ്ട നബിയേ, വേണ്ട നബിയേ, ആ പകുതി ഈത്തപ്പഴം തിന്നുന്ന സമയം അതൊരു വലിയ ദൈർഘ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു നബിയേ. ആ സമയം കൂടി ദുനിയാവിൽ നിന്നാൽ ആഖിറത്തിലേക്ക് എനിക്ക് അത്രയും സമയം പിന്നേണ്ടി വരില്ലയാ റസൂലല്ലാഹ്. അതുകൊണ്ട് നബിയേ വായിൽ വെച്ച പകുതി ഈത്തപ്പഴം വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ പ്രണയിച്ചവർ അവരാണ് മുത്തബഉ ശരീഅത ബി ഖുതാഹ വഅൽഖൗ മാ യലീഖു ബിഹി റഹീബാ ومدور لها سرقا وغربا وهذا البحر وقتنا كل هيبا. അള്ളാന്റെ ഭീരൻ നെഞ്ചോട്
ചേർത്ത് പിടിച്ചിട്ട് അവരുടെ കുതിരകളുമായി കടലിലോട്ടെടുത്ത് ചാടി അള്ളാഹുവിന്റെ ആഗ്രഹത്തെ പ്രണയിച്ച ആളുകൾ അവരാണ് ലോകത്തോട് പറഞ്ഞു കൊടുത്തത് ഈ ദുനിയാ അകല്ലു മിനൽ കലീൽ വാശിഖുഹാ അകല്ലു മിനൽ ദലീൽ. ആഖിറത്തെ പ്രണയിച്ചവർ നിങ്ങൾ നോക്ക് മനുഷ്യന്മാരെ പകുതിത്തപ്പടം തിന്നു. മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലാവൂല. കാരണം എന്താ? ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ തന്നെ കുതിര വലിയ ജീവിയാണ്, പക്ഷെ ചെവി ചെറുതാണ്. കഴുത ചെറിയ ജീവിയാണ്, ചെവി വലുതാണ്, പക്ഷെ കഴുത മഹാമണ്ഡലമാണ്. കുതിര വലിയ ജീവിയാണ്, കുതിരയുടെ ചെവി ചെറുതാണ്. കഴുത കുതിരയെ അപേക്ഷിച്ച് ഇവിടുത്തെ കഴുത വലുതാണ്. പച്ചപ്പാലങ്ങള് കുതിരയെ അപേക്ഷിച്ചിട്ട് കഴുത ചെറുതാണ്, പക്ഷെ അതിന്റെ ചെവി ഇത്രയുണ്ട്. കുതിര ഏറ്റവും ബുദ്ധിമാനായ ജീവിയാണ്. കുതിര والعاديات ضبحا فالموريات قدحا فالمغيرات صبحا. തന്റെ യജമാനനെയും പുറത്തു വഹിച്ചുകൊണ്ട് വാതിൽ തലപ്പ് കൂട്ടിപ്പിടിക്കുന്ന യുദ്ധത്തിലേക്ക് പാഞ്ഞു പോകുന്ന കുതിരയെ തന്നെയാണ് സത്യം. ഈ ആയത്തിറങ്ങേണ്ട താമസം ഹബീബായ നബിയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കഴുതയെ പിടിച്ചല്ല സത്യം ചെയ്തില്ല, ആനെ പിടിച്ച് സത്യം ചെയ്തില്ല, എന്താണ് നബിയെ കുതിരയെ പിടിച്ച് സത്യം ചെയ്യാൻ കാരണം എന്താണ്? ഹബീബായ നബി പറഞ്ഞത് ഖൈലു മഅഖൂദും ബിനവാസിഹിൽ ഖൈറു, കുതിരയുടെ നാസികയിൽ നന്മ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിര ബുദ്ധിയുള്ളതാണ്. ഈ ചെവിയിൽ ഒരു ചെറിയ സുഷിര ഉണ്ടെങ്കിലേ ബ്രെയിൻ വർക്ക് ചെയ്യും. കാരണം കാറ്റ് മെല്ലെ അകത്ത് കയറണം. കാറ്റ് അകത്ത് കയറിയാലേ ബുദ്ധി വർക്ക് ചെയ്യൂ. കുതിര ഭയങ്കര ബുദ്ധിയുള്ള ജീവിയാണ്. അപ്പൊ അതിന്റെ ചെവി ചെറുതാണ്. കാറ്റിൽ അല്പം തട്ടിയാൽ മതി, കുതിരയ്ക്ക് ബ്രെയിൻ വർക്ക് ചെയ്യും. കഴുത വിവരമില്ല, ഇത്രയും വലിയ ചെവിയുണ്ട്, ഓൾ ഇത്രയും വലുതുമാണ്. ഒരു കൊടുങ്കാറ്റ് കയറിയാലും കഴുത വിട്ട് ചിന്തിക്കൂല. നമ്മൾ ഏതാണ്ട് അങ്ങനെയാക്കിയ ഈ കാറ്റ് അടിച്ചു കയറിയാലും എന്താ അങ്ങനെ ആവൊരു സഹോദരങ്ങളെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അള്ളാഹുനാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവർ നിഴലിനെ വേണ്ട എന്ന് വെച്ചത്. അവർ പ്രണയിച്ചില്ല. ബഹുമാനപ്പെട്ട താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു ജിബ്രാൾട്ടർ കടലിലേക്ക് കടന്ന് കപ്പലിൽ സഹാബത്തുമായി പോയി. നേരെ പോയി ദ്വീപിൽ കയറി. കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, കപ്പല് കത്തിച്ചു കളഞ്ഞേക്കുക, നടുക്കടലിൽ നിൽക്കുക. കപ്പലെ നങ്കൂര വിട്ടു, ഇറങ്ങി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു, കപ്പല് കത്തിച്ചു കളഞ്ഞേക്കുക. അപ്പൊ ആ സമയത്ത് കൂടെയുള്ള ആളുകൾ ചോദിച്ചു, നടുക്കടലിൽ വന്നിട്ട് കപ്പല് കത്തിച്ചു കളയാനാണ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോവുക? ഇങ്ങനെയൊക്കെ മറുപടി പറയാൻ കഴിയണമെങ്കിൽ അത് ചില അസാമാന്യ വ്യക്തികൾക്ക് കഴിയൂ, അല്ലാത്ത ആളുകൾക്ക് കഴിയില്ല. എല്ലാ ശൈഖുനാമാർക്കും കഴിയില്ല. അങ്ങനെയൊക്കെ മറുപടി പറയണമെങ്കിൽ എല്ലാ ശൈഖുനാമാർക്കും കഴിയില്ല, ശൈഖുനാക്കും കഴിയില്ല. എന്തേ ഉള്ളൂ, അതൊക്കെ ചില ആളുകൾക്ക് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു നടുക്കടലിൽ ഒരു ദ്വീപിൽ, വലത്ത് ഭാഗത്തും കടല്, ഇടത് ഭാഗത്തും കടല്, മുമ്പിലും കടല്, പുറകിലും കടല്, വന്ന കപ്പല് തീറ്റു. ആ സമയത്ത് അലറിയടിക്കുന്ന തിരമാലകളുടെ നടുവ് താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, ഇനി എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി പോവുക? എങ്ങനെയാണ് നമ്മുടെ ഭാര്യയെ തിരിച്ചുപോയി കാണാൻ കഴിയുക? എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ കവളത്തിന് മുത്തം കൊടുക്കാൻ കഴിയുക? താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിന് നമ്മൾ ഇനി എവിടേക്കാ തിരിച്ചു പോകുന്നത്? തിരിച്ചു പോകുന്നവനല്ലേ കപ്പൽ ആവശ്യമുള്ളൂ.
നമ്മളെ പടച്ചറപ്പിലേക്ക് തിരിച്ചു പോകാമെന്നവരല്ലേ നമ്മൾ ആരാ? മടക്കയാത്ര ആഗ്രഹിച്ചവരല്ലേ കപ്പലാവശ്യമുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തിരമാലകളുടെ നടുവിൽ പോയിട്ട് ആ തിരമാലകളുടെ നടുവിൽ ഒറ്റപ്പെട്ട ദ്വീപിൽ വെച്ച് കടന്നു വന്ന വാഹനം കത്തിച്ചു കളയാൻ ലോകത്തേടെങ്കിലും ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിഴലിനോട് യുദ്ധം ചെയ്തവനല്ല, അവൻ ഈ നിഴലിനെ പ്രണയിച്ചവനല്ല. ഇനി എവിടേക്കാ പോകേണ്ടതെന്നറിയോ? ഈ കടലിടുക്കിൽ കിടന്ന് മരിച്ചിട്ട് പടച്ചറപ്പിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകണം. അതിനാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോ പറയുന്ന നിഴലിനെ പ്രണയിച്ചവരാണ്. അങ്ങനെ ആവരുത്. ഒരു 4 ഗുണം നമുക്ക് വേണം. അത് പറഞ്ഞ ഇൻഷാ അല്ലാഹ് വന്നു തീരും. 4 ഗുണം ഇവിടെ നിന്നുണ്ടാക്കണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമി മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അള്ളാഹു ഞങ്ങൾ ആക്കി തരട്ടെ. ഈ നിഴലിനെ പ്രണയിക്കരുത്. നിഴലിൽ ജീവിക്കുമ്പോൾ 4 ഗുണങ്ങൾ വേണമെന്നാണ് മഹാന്മാർ പറയുക. അത് ഞാൻ പറയാം. അതുകൊണ്ട് ഈ നിഴലിനെ പ്രണയിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു നാടുമുട്ട സിംഹാസനം മുഴുവനും കയ്യിലിരിക്കുകയാണ്. വെഞ്ചാമണം വീശുന്ന ലലനാമണികളായ തോടികൾ, സ്വർണ്ണ ചഷകങ്ങൾ പാനം ചെയ്യാൻ, സഞ്ചരിക്കാൻ പല്ലക്കുകൾ, രാവിലെയും വൈകുന്നേരവും മാറി കൊടുക്കാൻ സ്വർണത്തിന്റെ നൂലുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ. ആരെവിടെയെന്ന് ചോദിച്ചാൽ അടിയനെന്ന് വിളിച്ചു പറയാൻ ആയിരക്കണക്കിന് ആളുകൾ, നഖം വെട്ടാനും മുടി വെട്ടാനും പരിചാരകന്മാർ, രോഗം വന്നാൽ ചികിത്സിക്കാൻ 4 ഭാഗത്തും വൈദ്യന്മാർ. ഇങ്ങനെ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാൻ കഴിയുന്ന എല്ലാ വലിയ സുഖലോലുപതയുടെയും നടുവിൽ താമസിക്കുന്ന മഹാരാജാവ്, അയാൾ ആ സൗഭാഗ്യം വിട്ടുകളയൂ? ഇല്ല. അതാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. ഇന്ന് ലോകത്ത് തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല സുൽത്താന്മാർക്കും അറിയാം ഇത് തെറ്റാണെന്ന്. എനിക്ക് തെറ്റാണെന്ന് ബോധ്യമായിട്ടും അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാത്തത് തനിക്ക് കയ്യിൽ കിട്ടിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഉറപ്പ്. അതിലെനിക്ക് യാതൊരു ആരാണെങ്കിലും എന്റെ പ്രിയം, എനിക്കൊരു തെറ്റു പറ്റിയാൽ അത് തെറ്റാണ് എന്ന് പറയാൻ ഞങ്ങളുടെ ബോധ്യം എനിക്കുണ്ടാവണം. തെറ്റാണ് മനസ്സിലായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ അവൻ ദുനിയാവിലെ സുൽത്താനായേക്കാം ചിലപ്പോൾ, പക്ഷെ ആഖിറത്തിലെ സുൽത്താനാവൂല. ദുനിയാവു അവധി ആഖിറത്തിലെ ഏറ്റവും ഗതികെട്ടവൻ അവനായിരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. മനുഷ്യന്മാരെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏത് വലുതാണെങ്കിലും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടായാൽ പറയാൻ കഴിയില്ല. കാരണം എന്താ? പറഞ്ഞാൽ അതല്ല, രാഷ്ട്രീയത്തിൽ വരെ സാമുദായികത്തിൽ വരെ. ഞാൻ അതിനകത്തേക്ക് കിടക്കുന്നില്ല. സ്ഥലം തിരുമാപ്പള്ളിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എനിക്ക് പേടിയുണ്ടെന്നല്ല, നല്ല സ്നേഹമുള്ളവരെന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ അങ്ങനെ നിഴലിനെ തള്ളിപ്പറയുന്ന മഹാന്മാരായി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിഴലിനെ തള്ളിപ്പറയുമ്പോഴാണ് മഹാനാവുക. അല്ലാതെ കൂടെ നിൽക്കുന്നവൻ ഇവൻ മഹാനാണെന്ന് പറഞ്ഞാൽ അവൻ മഹാനാവില്ല. അതൊരുമാതിരി നെറ്റ്വർക്ക് കറാമത്ത് എന്ന് പറയുന്ന കറാമത്തുണ്ട്. ഞാനൊരു അത്ഭുതം കാണിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞു, നീ അത് അയാളോട് പറഞ്ഞു. അയാൾ പറഞ്ഞു ശൈഖുന കറാമത്താണ്. അടുത്ത ആളോട് പറഞ്ഞു. ഇങ്ങനെ ബായ്ക്കിലോട്ട് പറഞ്ഞു. ഇതാണ് നെറ്റ്വർക്ക് കറാമത്ത്. അവിടെ ഏറ്റവും പുറയിരിക്കുന്നോട്ട് കണ്ടിട്ടില്ല. ഇത് ദുനിയാവിന്റെ ശൈലിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നല്ല മഹാന്മാരാക്കി നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ നല്ല മഹാന്മാരായി അള്ളാഹു സ്വീകരിക്കട്ടെ. അവരാണ് നിഴലിനെ തല്ലി പറയുന്ന മഹാന്മാർ. മഹാനാകണമെങ്കിൽ ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മഹാനാവണോ? വേണോ? ആകണം. ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ഇത് മഹാൻ എന്ന് പറഞ്ഞാൽ അത് ആർക്ക് സമ്മാനാടിസ്ഥാനത്തിൽ കിട്ടിയതൊന്നുമല്ല. പച്ചത്തലപ്പുള്ള മാത്രം മഹാനാവൂ, അല്ലെങ്കിൽ വെള്ളക്കുപ്പായിട്ടോ മാത്രം മഹാനാവൂ. ഞാൻ ഇവിടുത്തെ കച്ചവടക്കാരൻ മഹാനാവൂല. അങ്ങനെ മഹാനാർക്കും ആവാം. ഒറ്റ നിബന്ധന പറഞ്ഞിട്ടെ. لولا أن الشياطين يهومون على قلوب بني آدم لنظروا إلى ملكوت السماء.
ജുമാ പള്ളിയിലെ പാവപ്പെട്ട ചെറുപ്പക്കാരെ ആത്മീയ ചൂഷണത്തിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ താരത്തെ റോട്ടിലിരിക്കുന്ന സാദാ സീതാ നിനക്ക് മഹാനാവാം ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴാണോ പിശാചിനെ വെളിയിലാക്കുക എന്നാൽ അവൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആകാശത്ത് കാണുന്ന രഹസ്യങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയാൻ അവന് കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ യഥാർത്ഥത്തിൽ എന്താ ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. കൽവിന്റെ ഉള്ളിൽ ഇബ്ലീസ് ഉണ്ട്, അതിനെ ഇറക്കി വിട്ടാൽ നീ മഹാനാവും. പക്ഷെ അതിറങ്ങി പോവില്ല, അതിറങ്ങി പോവില്ല. കൽവിന്റെ ഉള്ളിൽ ഇബ്ലീസ് ഉണ്ട്, ഇബ്ലീസിനെ ഇറക്കി വിട്ടാൽ ഈ ടാറിട്ട റോഡിൽ ഇരുന്നിട്ട് ആകാശത്തോട്ട് നോക്കിയിട്ട് ചൊവ്വയിൽ ഇപ്പൊ എന്താ നടക്കണെന്ന് ഇവിടെ ഇരുന്നിട്ട് പറയാൻ കഴിയും. ഉറപ്പ് പറഞ്ഞത് അഹമ്മദ് കബീർ അല്ല, സഹീഹുൽ ബുഖാരി, ഇമാമിന് ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിന്നെ നടക്കൂല്ലോ. അപ്പൊ ഒറ്റ കാര്യം എന്തേ ഉള്ളൂ, ശൈത്താൻ ഇറക്കി വിടണം. അപ്പൊ ശൈത്താൻ കൂടെയുള്ളവൻ എന്ത് ചെയ്താലും, ശൈത്താൻ കൂടെയുള്ളവൻ അവൻ ഏത് അത്ഭുതം കാണിച്ചാലും അത് കറാമത്തല്ല, അത് അവൻ സാഹിറാണ്, അവൻ മന്ത്രവാദിയാണ്. അവൻ ശൈത്താൻ കൂടെയുള്ളവൻ ഏത് കാര്യം കാണിച്ചാലും അത് കറാമത്തല്ല, അതെന്താണ്, അത് സിഹറാണ്. രണ്ട് മനസ്സിലാക്കണം. ഞാൻ അതിലേക്ക് പോയാൽ ഒത്തിരി പറയേണ്ടി വരും. ഞാൻ വിഷയം തന്നെ ഇവിടെ എവിടെയും പറയുന്നുണ്ട്, ഖുർആനും സിഹറും. ഖുർആനും സിഹറും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ എന്താ അതെന്തുകൊണ്ടാവില്ല? എന്റെ നാട്ടിൽ ഒരു ചുമട്ടുകാരനുണ്ട്. അയാളുടെ ജോലി ചുമടി വെക്കല. അയാൾ അത്യാവശ്യം ചില മാന്ത്രിക വിദ്യകളൊക്കെ കാണിക്കും, ചെറിയ മാജിക്കുകാരനോ. അയാൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ അയാൾ ഞങ്ങൾ സ്കൂൾ വിദ്യാർത്ഥി നടന്നു ഇവിടെ ഇടുക്കിയില്, അവിടെ അയാൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ ഈ ചുമട്ടുകാരൻ കൂലിപ്പണിക്കാരന് തടി വെട്ടാൻ പോകും, ഓടാലിയായി കുന്താലിയുമായിട്ട് കളിക്കാൻ പോകും. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിവ് സമയം കിട്ടുമ്പോ സ്കൂളിൽ മാജിക്ക് കാണാൻ വരും. ഒരു ദിവസം അയാൾ സ്കൂളിൽ മാജിക്ക് കാണിക്കാൻ വേണ്ടി വന്നു. ഒരു വെള്ള പേപ്പർ എടുത്ത് കയ്യിലെടുത്ത് ഞങ്ങളോട് എന്താണെന്നറിയാവോ? അതെ, ഇത് വെള്ള പേപ്പറാണ്. എന്താ ഞങ്ങൾ വെള്ള പേപ്പറാ. 4 കറക്കൊക്കെ കറക്കി ഒരു ഭൂവൊക്കെ വിളിച്ചു. പിന്നെ അയാൾ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോ അത് 1000 രൂപയുടെ നോട്ടായി മാറി. ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ നിന്നു. പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഞാൻ നോക്കിയപ്പോ ഈ മനുഷ്യൻ അന്നത്തെ അരി മേടിക്കാൻ വേണ്ടി അയാൾ കോടാലിൽ തോളി തൂക്കി മരം വെട്ടാൻ പോകുന്നു. ഞാനോട്ട് പടച്ചോനെ, ഈ പാവപ്പെട്ടവൻ അതിന് പോണ എന്തിനാ? ഇയാൾ 10 വെള്ള പേപ്പർ എടുത്തിട്ട് 1000 രൂപയ്ക്കാ പോട്ടെ. എടാ മോനെ, ആ 1000 രൂപ കൊടുത്ത റേഷക്കടയിൽ അരി കിട്ടൂല. മന്ത്രവാദി അയാൾ വെള്ള പേപ്പറിൽ കാണിച്ച 1000 രൂപ, ഈ 1000 രൂപ റേഷക്കട കൊടുത്താൽ അരി കിട്ടൂല. അത് അയാൾ അപ്പം മുമ്പിലുള്ള ആളുകളുടെ കണ്ണൊന്ന് വെട്ടിക്കാൻ ഈ വെള്ള നോട്ടിന് എന്നാ പിന്നെ അതുകൊണ്ട് അരി മേടിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒന്നാവാൻ കഴിയില്ല. അതെന്തിനാ കഴിയൂ? ഒരാള് ഒരു കറാമത്ത് ചെയ്താൽ അവൻ പിന്നെ കറാമത്ത് കാണിക്കാൻ പറ്റൂല. പിന്നല്ലേ ഹറാം. കറാമത്ത് ചെയ്താൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് നോക്ക്, അയാൾക്ക് കറാമത്തുണ്ടാവും, ഉറപ്പാണ് മനുഷ്യന്. പക്ഷെ അവനൊരു കറാമത്ത് ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് കറാമത്തുണ്ടാവില്ല. ഉണ്ടായാൽ അത് സിഹറാണ്, അത് മാരണവിദ്യയാണ്, കണ്ണുകെട്ടാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെരുപ്പെടുത്തിട്ട് ശൈത്താനെ കാണിച്ചു, ശൈത്താൻ ഓടി. ബഹുമാനപ്പെട്ട ഇമാമിന അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ഇബ്ലീസ് വന്നു. ആ ഇബ്ലീസിനെ ചെരുപ്പെടുത്ത് കാണിച്ചു. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പ് കണ്ട ഇബ്ലീസ് ഓടാൻ തുടങ്ങി. വലിയ മഹാന്മാരാണ്. അവരുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കണ്ടൻ ഇബ്ലീസ് ഓടും. ഇപ്പൊ വലിയ മഹാന്മാരെന്ന് പറയുന്ന ആളുകളുടെ കൂടെ ഇബ്ലീസ് നടക്കുക, ആ കൂടെ തന്നെ ഇബ്ലീസ് എടുക്കുക. എന്റെ പ്രിയപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി. അവിടുത്തെ ഒരു വലിയ ആലിമിന്റെ ഒരു മഹാനായ ആളുടെ ചെരുപ്പ് ഇബ്ലീസിനെ കൊണ്ടുപോയി കാണിച്ചു. ഇബ്ലീസ് പറഞ്ഞു, കാണിച്ച ആളോട്, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി, ഇത് കിതാബിനെ വഫാത്തായി. മാനാഹാണുവിന്റെ ചെരുപ്പ് കണ്ടാൽ ഇബ്ലീസ് ഓടും. വഫാത്തായി. അപ്പൊ വേറൊരു വലിയ ശൈഖുനാന്റെ അവിടെ തന്നെ ജീവിച്ചിരിക്കണം ആളുകൾ ഹുനാക്കിയ ശൈഖുനാന്റെ ചെരുപ്പ് കൊണ്ടുപോയി കാണിച്ചു. ആ ചെരുപ്പ് കാണിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, നല്ല ചെരുപ്പിന്റെ ഉടമ മരിച്ചു എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ആ ചെരുപ്പ് വാങ്ങിച്ച് കൊണ്ടുവന്നവന്റെ മുഖത്തടിച്ചു ഇബ്ലീസ്. കൊണ്ടുവന്നവന്റെ മുഖത്തടിച്ചു ഇബ്ലീസ്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തേതൊരു മനുഷ്യനും വലിയവനാകുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇബ്ലീസിനെയും നിഴലിനെയും പിടിച്ചടക്കി വിടുമ്പോഴാണ്. കറാഹത്ത് ചെയ്തവൻ പോലും കറാഹത്തിന്റെ ഉടമസ്ഥനാവുകയില്ല. ഉറപ്പാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നെ ഇപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം പ്രസംഗിപ്പിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, കാര്യം പറയുക എന്നുള്ളത് ഇത് സുന്നത്യമാത്തിന്റെ അക്കീതയാണ്, വേറെ ആളുടെ അക്കീതയല്ല. അല്ലാതെ പറയട്ടെ, കറാഹത്ത് ചെയ്യുന്നവന് വിലായത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല മോനെ. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഒരാൾ ഒരു വലിയ എന്താ പറയുന്നത് മഹാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളുകളൊക്കെ മുത്താൻ മണത്താനും തിരക്കായി. മുത്താൻ പറ്റാത്തവര് കൈ മുത്തി, കാലി മുത്തി, മുത്താൻ പറ്റണത്തൊക്കെ മുത്തിയവനെ മുത്തി. അങ്ങനെ ആളുകൾ വന്നപ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഷെയ്ഖുനാൻ ഇപ്പൊ മുത്താൻ പറ്റൂല, ഷെയ്ഖുന ഉറക്കത്തിലാണ്, വേണമെങ്കിൽ നേരത്തെ മുത്തി മുരീദിനെ മുത്തിയിട്ട് നിങ്ങൾക്ക് പോവാം. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇയാളെ കാണാൻ വേണ്ടി പോയി. യഥാർത്ഥ വലിയ വരുന്നറിഞ്ഞപ്പോൾ വ്യാജൻ പമ്പ കടന്നു പോയി. മഹാനവർ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെത്തി. മുരീദന്മാരെ പറഞ്ഞു, ശൈഖുന ഇവിടെ ഇല്ല, അദ്ദേഹം എവിടെ വെളിയിൽ പോയിരിക്കുകയാണ്. മഹാനവർ ചോദിച്ചു, അദ്ദേഹം താമസിക്കുന്ന സ്ഥലം എവിടെ? ആ സ്ഥലം കാണിച്ചു കൊടുത്തു. നോക്കിയപ്പോൾ മുരീദന്മാര് പറഞ്ഞു, ഇവിടെയാണ് അദ്ദേഹം നിസ്കരിക്കുന്നത്, എത്രയോ നാളുകളായി അദ്ദേഹം സുജൂദിൽ തന്നെയാണ്. ആ സമയത്ത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞു, ഇവൻ യഥാർത്ഥ വലിയല്ല. ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ അത്ഭുത കറാമത്തുകൾ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ അങ്ങനെ പറയുക? ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറഞ്ഞു, അയാൾ സുജൂദ് ചെയ്യുന്ന സ്ഥലമല്ലേത്? അതെ, അയാളുടെ മുൻകൈയുടെ മാത്രം അടയാളം ഇവിടെ കാണാം. ആ മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കാൻ പറഞ്ഞ സുന്നത്തായ രീതിയിലല്ല അയാൾ വെച്ച് നിസ്കരിക്കുന്നത് എന്ന് അയാൾ നിസ്കരിച്ച മുസല്ലയുടെ പാട് കാണുമ്പോൾ അറിയാം. ഹബീബായ നബിയുടെ ഒരു സുന്നത്ത് ഉപേക്ഷിച്ചവൻ ഒരിക്കലും. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് നോക്കണേ? നിങ്ങൾ എന്നെ കണ്ണിൽ കാണിച്ച് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ഹബീബായ നബിയുടെ സുന്നത്ത് ഉപേക്ഷിച്ചവൻ കാമത്തിന്റെ ഉടമസ്ഥനാവുകയില്ല. കാരണം എന്താ? അയാൾ നിഴലിനെ പ്രണയിക്കുന്നവനാണ്. എപ്പോഴും കറാഹത്തുകളും ഹറാമുകളും ചെയ്യുക. മഹാന്മാരോ ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫീതനാ. അവർ ഈ ദുനിയാവിനെ തലാഖില്ലവരാണ്, അവർ ഈ നിഴലിനെ പ്രണയിച്ചവരല്ല. അതുകൊണ്ടാണ് വെഞ്ചാമരം വീശുന്ന തോടിമാരുടെ നിഴലുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നെല്ലും പതിനും തിരിച്ചറിയാൻ കഴിയണം. വെഞ്ചാമരം വീശുന്ന തോടിമാരുടെ നിഴലിൽ നിന്ന് സ്വന്തം പല്ലക്കിൽ കിടന്നിറങ്ങിയ സൈന്യവും വിട്ടിട്ട് ആരെവിടെ എതിരൊരുക്കുമ്പോ അടിയെന്ന് വിളിക്കാറ് ആയിരക്കണക്കിന് ആളുകൾ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ആ സമയത്ത് കൊട്ടാരത്തിന്റെ നടുവിൽ നിന്നൊരു രാത്രിയിൽ തന്റെ സ്ഥാന വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുപ്പായം തന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് മരത്തിന്റെ തോലും ധരിച്ചുകൊണ്ട് വെളിയോട്ടിറങ്ങി കാട്ടിലേക്ക് പോയി. മരത്തിന്റെ തോലും ധരിച്ചിട്ട് മരപുരി ധരിച്ചിട്ട് ഒരു വെള്ളം വാങ്ങിക്കുന്ന പാത്രം മാത്രം കയ്യിൽ വെച്ച് കാട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോ തിരിഞ്ഞിരുന്ന് തന്റെ കൊട്ടാരത്തെ നോക്കിയിട്ട് പാട്ട് പാടിയില്ലേ, എനിക്ക് വേണ്ട ഈ കൊട്ടാരം, എനിക്ക് വെഞ്ചാമരം വേശുന്ന തോടി വേണ്ട, എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് കസവിന്റെ ചട്ടം വേണ്ട, എനിക്ക് ഈ ദുനിയാവിന്റെ വെഞ്ചാമരം വേണ്ട, അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് നീ മതി റബ്ബേ എന്ന് പറഞ്ഞ് സിംഹാസനത്തിന്റെ ചെങ്കോല് വലിച്ചെറിഞ്ഞിട്ട് ആയിരക്കണക്കിന് പ്രജകൾ വന്ന് കാലു പിടിച്ച് രാജാവേ പോകരുതേ. തന്റെ പ്രിയപ്പെട്ട മകനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ഭാര്യ വന്നിട്ട് പറഞ്ഞ്, പ്രിയപ്പെട്ട ഭർത്താവ്, ഈ മകന്റെ മുഖം കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുക? പ്രിയപ്പെട്ട പൊന്നുമോന്റെ ചിരി കണ്ടിട്ട് തന്റെ കണ്ണുകൾ പടച്ചറപ്പിനെ കടച്ചു പിടിച്ച് രാജ്യം വിട്ടിട്ടോടിയ മനുഷ്യനാണ്. രാത്രിരാസമയത്ത് വല്ലാതെ മഴ തീർത്തു പെയ്യുമ്പോ തലചായ്ക്കാൻ ഒരിടമില്ലാതെ പേമാരി പെയ്യുന്ന മഴയത്ത് ശരീരം മുഴുവനെ തണുത്ത് പറക്കുമ്പോ തൊട്ടടുത്ത് കണ്ട പള്ളിയുടെ വരാന്തരയിൽ കയറി തണുത്ത് പറച്ച് കിടന്നുറങ്ങുമ്പോ പള്ളിയിലെ മുക്കിൽ വന്നിട്ട് പറഞ്ഞില്ല, ആളുകൾക്ക് കിടക്കാൻ ഈ പള്ളികളിൽ
കല്യാണമില്ലെന്ന് പറഞ്ഞ് തിമിർത്ത് പെയ്യുന്ന പേമാരിയെ കയ്യിൽ പിടിച്ചു പള്ളിയിലെ മുക്കിൽ ഇറക്കി വിടുമ്പോ ആ സമയത്ത് ഖബർസ്ഥാനിലേക്ക് കടന്നിരുന്ന് ഖബറിന്റെ തലഭാഗത്ത് വെച്ച മീസാങ്കല്ലെടുത്ത് തന്റെ തലയിൽ വെച്ചിട്ട് ആ പാതിരാ സമയത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പാതിരാ സമയത്ത് കൊട്ടാരത്തിൽ കിടക്കേണ്ട രാജാവ് ഖബർസ്ഥാനിലെ ഖബറിന്റെ തലഭാഗത്ത് നിൽക്കുന്ന മീസാങ്കല്ല് തന്റെ തലയിൽ വെച്ചിട്ട് ഖബർസ്ഥാനിൽ കിടന്നുറങ്ങി. സുൽത്താനുൽ ആരിഫീൻ, ലോകത്തിലെ കറാമത്തുകളുടെ ഉടമസ്ഥരുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എവിടെ കിടന്നുറങ്ങി? കൊട്ടാരത്തിന്റെ കോടികളുടെ കടവിട്ടിട്ട് ഖബർസ്ഥാനിലെ മീസാങ്കല്ലിൽ കിടന്നുറങ്ങി സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. എന്താ കാര്യം? കോടികളുടെ കൊട്ടാരം വിട്ടിട്ട് ഖബർസ്ഥാനിലെ മീസാങ്കല്ല് തലയിൽ വെച്ചിട്ട് കിടന്നുറങ്ങി. ആര്? എന്റെ സാധ്യതയില്ലേ? സാധ്യതയുണ്ട് സഹോദരങ്ങളെ. അള്ളാഹു വിചാരിച്ചാൽ ആ കൊട്ടാരത്തിൽ അയാൾക്ക് കിടന്നുറങ്ങാം. പക്ഷെ മനസ്സ് വിട്ടു. നിഴലിനോടുള്ള പ്രണയമില്ല, മനസ്സ് വിട്ടു. കൊട്ടാരത്തിലെ പരിചാരിക രാജാവിന്റെ റൂം അടിച്ചു തൂത്തോണ്ടിരിക്കുക. ഒരു നിമിത്തം വേണം മനുഷ്യന്മാരെ അടിച്ചു തൂത്തോണ്ടിരിക്കുക. ആ സമയത്ത് പരിചാരിക പോയി രാജാവിന്റെ പട്ടുമറ്റയിലും എല്ലാം തൊട്ടു നോക്കി. എന്താ മിനുസം, നല്ല സുന്ദരമായ കടപ്പറ. പോപ്പ് ഗായിക ഫുട്ബോൾ കളിക്കാരൻ മറഡോണ പോപ്പ് ഗായി. നീ എന്താ കൊള്ള ചീത്തപ്പേര് കളഞ്ഞില്ല. മറഡോണ പോപ്പ് ഗായിക ഇല്ല. പോപ്പ് ഗായിക മഡോണ പാം ജുമൈറ ദ്വീപിലെ JBRിലെ ദുബൈയിലെ JBRിലെ ജുമൈറ ബീച്ച് റിസോർട്ട്, JBRിലെ പാം ബീച്ചിലെ കടലിന്റെ ഉള്ളിലെ ബെഡ്റൂം പണിതിട്ടാണ് പോപ്പ് ഗായിക മഡോണ കിടന്നുറങ്ങുന്നത്. മഡോണയുടെ ബെഡ്റൂമിന്റെ ഭിത്തിയിൽ ഗ്ലാസ് ആണ് വെച്ചിരിക്കുക. ഗ്ലാസിനെ കട്ടം മാറ്റിയാൽ തിരുമാലകളുടെ മറുഭാഗത്ത് കുതിച്ചോടുന്ന ഡോൾസിനെയും സ്രാവിനെയും കണ്ടിട്ടാണ് മഡോണ കിടന്നുറങ്ങുന്നത്. ദുനിയാവിൽ ആർക്കാവട്ടരമണിയാത്തത് പോപ്പ് ഗായിക മഡോണയ്ക്ക് JBR ഒരു വീടുണ്ട്. JBR വീടുണ്ട്. ആ വീട്ടില് പത്രമൊക്കെ വല്ലപ്പോഴൊക്കെ വായിക്കണം. ഒന്നും അല്ലെങ്കിൽ കലാപ്രേമിയെങ്കിലും വായിക്കണം. പക്ഷേ 50 വർഷമായിട്ട് ആ ഒരു പത്രം പോലും ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. വായിക്കുന്നത് എത്ര ആവട്ടെ, വരിക്കാരാവുന്ന എത്ര ആവട്ടെ. വായിക്കുക, വരിക്കാരാവുക. ഞാൻ എറണാകുളത്തൊരു പ്രസംഗം നടത്തുന്നത് വിഷയം തന്നെയാവുന്ന ഖുർആൻ വായിക്കുക, വരിക്കാരാവുക എന്നാണ് വിഷയം. ഖുർആൻ വായിക്കുക, വരിക്കാരാവുക. 50 വർഷമായിട്ട് ഒരു ദിവസം പോലെ പത്രം മുടങ്ങിയിട്ടില്ല. അതൊരു വലിയ കാര്യമില്ല. എന്തെങ്കിലും അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ സമയത്ത് ഓർക്കുന്നു വേണം. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഏതായാലും സഹോദരങ്ങളെ, ദുനിയാവിൽ സുൽത്താന് പണിയാൻ കഴിയും. അതിനുള്ള സാധ്യതകൾ മുമ്പിലുണ്ട്. രാജാവിന്റെ ഈ പട്ടുമത്തയിൽ എന്തൊക്കെ മത്തെ രാജാവിന്റെ പട്ടുമത്തയിൽ പരിചാരികൊന്ന് മെല്ലെ തൊട്ടു നോക്കി. നല്ല നനനനത്ത മിനുസം. അതിൽ കിടക്കണമെന്ന് അടിച്ചുമാരി പെണ്ണിനൊരു മോഹം. അടിച്ചുമാരി പെണ്ണ് ആ പട്ടുമത്തയിൽ കിടന്നുറങ്ങി. രാജാവ് സർവാടിമന വിഭൂഷിതനായി പട്ടമഹർഷിയുടെ തോളിൽ കൈയിട്ട് തന്റെ ചൂടും അനുഭവിക്കാൻ രാജാവ് വരുമ്പോ പട്ടുമത്തയിൽ കിടക്കുന്നു അടിച്ചു തൂപ്പുകാരി തൊഴിലാളി. രാജാവ് അലറി. പെണ്ണ് ചാടി എഴുന്നേച്ചു. അറിയാതെ ഒന്ന് കിടന്നു പോയതാണ്. ചാടി എഴുന്നേറ്റ പെണ്ണിനെ രാജാവ് മുഖത്തടിച്ചു. പെണ്ണ് ചിരിച്ചു. അടികൊണ്ട പെണ്ണ് ചിരിച്ചു. പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ചിന്തിക്ക് മനുഷ്യന്മാരെ പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. നിർത്താത്ത കരച്ച്. രാജാവിന് അത്ഭുതമായി. അടികൊണ്ട പെണ്ണ് ചിരിച്ചു. പിന്നെ കരഞ്ഞു. രാജാവ് പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ അടി തന്നപ്പോ ആദ്യം നീ ചിരിച്ചു, പിന്നെ കരഞ്ഞു, എന്റെ കാര്യം? പെണ്ണ് പറഞ്ഞു, എന്റെ രാജാവിന്റെ ഈ മിനിമിനുത്ത കൈ, രാജ്ഞിയുടെ കവളത്ത് മാത്രം തലോടുന്ന അങ്ങയുടെ കൈ ഒരടിക്കാൻ വേണ്ടിയാണെങ്കിലും എന്റെ കവളത്തൊന്ന് തൊട്ടല്ലോ. ആ ഒരു അതോർത്തിട്ട് രാജ്ഞിയുടെ കവളത്ത് മാത്രം തലോടുന്ന അങ്ങയുടെ കൈ ഒരടി കിട്ടിയിട്ടാണെങ്കിലും എന്റെ കവളത്തൊന്ന് തൊട്ടല്ലോ. അതുകൊണ്ട് ആ സൗഭാഗ്യം ഓർത്തിട്ട് ഞാൻ ചിരിച്ചതാണ്. പിന്നെയാണ് ഞാൻ ഓർത്തത്, അറിയാതെ ഒരു 10 മിനിറ്റ് ഈ പട്ടുമത്തയുടെ സുഖം ആസ്വദിച്ച് ഞാനിവിടെ ഒന്ന് കിടന്നുറങ്ങിയതിന് അങ്ങ് എന്നെ ഒരു പ്രാവശ്യം അടിച്ചെങ്കിൽ ഈ ആയുസ് മുഴുവനും ഈ പട്ടുമത്തയിൽ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ യജമാനായ അല്ലാഹ് എത്ര പ്രാവശ്യം അടിക്കുന്നോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞു. എന്റെ രാജാവിനെ
ഞാനറിയാതെ 10 മിനിറ്റ് കിടന്നപ്പോ എന്റെ യജമാനായ നിങ്ങൾ എന്നെ അടിച്ചു. പക്ഷെ കാരാകാരം കിടക്കുന്ന നിങ്ങളുടെ യജമാനായ തമ്പുരാൻ നാളെ എത്ര പ്രാവശ്യം മടിക്കുമെന്നോത്തിട്ടാണ് എന്റെ രാജാവിന് ആഹാരത്തിൽ കിട്ടുന്ന അടിയോത്തിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പരിചാരക പറഞ്ഞു. ആ സമയത്താണ് ഈ രാജാവാണ് ഇബ്രാഹിമിന് അദ്ദേഹം. ആ സമയത്താണ് രാജാവിന്റെ മനസ്സിൽ ജീവനിയത് അല്ലാഹുവേ, ശരിയാണല്ലോ തമ്പുരാന്, ഈ നെടലിനെ പ്രണയിച്ച് ദുനിയാവിൽ കിടക്കുന്ന ഞാൻ നാളെ ആഖിറത്തിൽ എത്ര പറയേണ്ടി വരും. രാജാവ് വിട്ടു. രാജാവ് വിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് രാജാവ് പിന്നെ കൊട്ടാരം വിട്ടിട്ട് നെടലിനെ വിട്ടിട്ട് ആഖിറത്തെ സ്നേഹിച്ചത്. അപ്പൊ പിന്നെ ആഖിറത്തെ സ്നേഹിച്ചപ്പോ തലയിൽ തലയണയല്ല മീസാങ്കല്ലായി മാറി. മീസാങ്കല്ലായി രാജാവ് തെറ്റിനോട് വിട പറഞ്ഞു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെയായി മാറി? നമുക്ക് തെറ്റ് ചെയ്തു എന്ന് ബോധവുമില്ല. ഇനി അഥവാ തെറ്റ് ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ അത് തെറ്റാണെന്ന് നമുക്കൊന്ന് തോന്നുന്നുമില്ല. ഏറ്റവും ഒരു അപകടം ഇത്.